എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. നല്ല മുരിഞ്ഞ ചായ പലഹാരമാണ്. വളരെ കുറച്ച് സാധനങ്ങളായതുകൊണ്ട് തന്നെ അത് നമുക്ക് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസിലുള്ള സവാളയും ഒരു വലിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ ഈ സവാളയും ഉരുളക്കിഴങ്ങും നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് വരണം. അപ്പോൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇത് രണ്ടുമാണ്. ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് വെള്ളത്തിൽ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നീക്കി വയ്ക്കണം. ഇത് വെള്ളത്തിലേക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ കറയെല്ലാം ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. അത് ഗ്രേറ്റ് ചെയ്ത് ഉടനെ വെള്ളത്തിലേക്ക് ഇടുന്നത്, അല്ലെങ്കിൽ കറുത്തും പോകും. അപ്പോൾ കളറ് പോകാതിരിക്കാനും കറയൊക്കെ ഒന്ന് പോകാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം വേറൊരു ബൗള് എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നേരത്തെ എടുത്തിരുന്ന 2 സവാള വളരെ തിന്നാക്കി മുറിച്ചിട്ട്, നീളത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്, വളരെ തിന്നാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ എടുത്തിരുന്ന ആ മീഡിയം സൈസിലുള്ള 2 സവാളയാണിത്. അത് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് തിന്നാക്കി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ സവാളയുടെ കൂടെ തന്നെ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സവാള ഓരോ അല്ലിയായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കണം. ചേർന്നിരിക്കുന്നതെല്ലാം ശരിക്കും ഒന്ന് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുത്താൽ അതെല്ലാം വിടർന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വെള്ളവും ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കൈ വെച്ചിട്ട് ശരിക്കും ഒന്ന് കുഴച്ച് എടുക്കണം. ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ശരിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് ശരിക്ക് കുഴച്ച് മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ശരിക്കും ഒന്ന് പിഴിഞ്ഞ് എടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വെള്ളം കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങും സവാളയും അളവെല്ലാം കൂട്ടിയും കുറച്ചും എടുക്കുക കേട്ടോ. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാളയ്ക്ക് നല്ല വലിപ്പത്തിലുള്ളൊരു ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. അപ്പോൾ അതാണ് ശരിക്കുള്ള കോമ്പിനേഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ വേണം, ഉരുളക്കിഴങ്ങ് കൂടുതൽ വേണം, ഉള്ളി കുറച്ച് മതി, അല്ല ഉള്ളി കൂടുതൽ വേണം ഉരുളക്കിഴങ്ങ് കുറച്ച് മതി എന്നുള്ളവർക്ക് അതുപോലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നോക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2-3 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ചെറിയ പച്ചമുളക് വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ കടിക്കുമ്പോൾ എരിവൊന്നും കിട്ടാതിരിക്കാൻ പാകത്തിനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ആകുമ്പം കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോഴേ ഇതിൽ നിന്ന് കുറേയൊക്കെ വെള്ളം ഇറങ്ങി വരും. ഉപ്പും കുരുമുളകും ഇതെല്ലാം ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇങ്ങനെ ഒന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആണ് ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ മൈദ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കൈവച്ചിട്ട് ഒന്ന് കുഴച്ചുരുട്ടിയെടുക്കണം. അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളമെല്ലാം ഇതിൽ സവാളയിലും ഉപ്പിലും എല്ലാമുള്ള വെള്ളം ശരിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിത് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മൈദ ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് ഫുള്ള് മൈദയിൽ തന്നെ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് അരിപ്പൊടിയിലായാലും തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, മൈദയുടെ സ്ഥാനത്ത് ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാം. ഏത് പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/4 കപ്പ് അരിപ്പൊടി 1/4 കപ്പ് മൈദ ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊരു മുരുമുരുപ്പ് കിട്ടാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നേരത്തെ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി
അരിപ്പൊടി ഫുള്ളായിട്ട് അരിപ്പൊടിയിലും ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മൈദയിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് രണ്ടും ഹാഫായിട്ടാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഈ അരിപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടും നമുക്ക് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഒട്ടും വെള്ളം ചേർക്കാതെ ഇതാ ശരിക്കും കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കുഴച്ച് നമ്മൾ സാധാരണ ഉഴുന്നുവട പരിപ്പുവട ഒക്കെ ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഇതിങ്ങനെ കുഴച്ചെടുത്തത്. അപ്പോൾ ഇതാ ഇതിങ്ങനെ കുഴച്ചെടുത്തത് നമുക്കിവിടെ ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കണം. അതിൽ ഉപ്പും എരിവും എല്ലാം പാകത്തിനില്ലേന്ന് നോക്കി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇവിടെ ഒന്ന് കുറച്ച് സമയം സെറ്റാവാനായിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഉപ്പ് എരിവ് എന്തെങ്കിലും ഒക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്കിപ്പോൾ കളർ കുറച്ചും കൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഈ സമയത്ത് ചേർത്ത് സെറ്റാകാൻ വയ്ക്കുന്നതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചുരുട്ടി അതുപോലെ ഇങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ ആക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് ശരിക്കൊന്നൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ അതൊന്ന് സെറ്റാവാനായിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ ഇതിവിടെ അടച്ച് വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഇവിടെ ഒരു കുഴിയുള്ളൊരു ചട്ടിയിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറേശ്ശെ ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബോൾ പോലെയാണ് ഉരുട്ടിയെടുക്കുന്നത്. അതിനുശേഷം നമ്മൾക്കിത് ശരിക്കും നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തൊന്ന് കോരിയെടുക്കണം. 2-3 ഒന്നിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് ഒരെണ്ണം മാത്രമായിട്ട് ഇട്ടത്. അപ്പോൾ 2-3 നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്ത് കോരി എടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വേവില്ല. അപ്പോൾ പുറമേ ഭാഗമെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ മാക്സിമം ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഫ്ലെയിം വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരി അതുപോലെ ഇങ്ങനെ വറുത്ത് കോരി ഇതെടുക്കാം. അതിന് ശേഷം നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്ത് കോരി മാറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ രണ്ടാമത് ഇടുമ്പോൾ 2-3 ഒന്നിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ഒന്നിച്ചിട്ട് കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഒരേ ഷേപ്പിൽ ഒരേ അളവിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് വറുത്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചട്നിയോ കറിയോ ഒന്നും വേണമെന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോസ് എന്തെങ്കിലും കൂട്ടിയിട്ടായാലും കഴിക്കാം. ചായയുടെ കൂടെയെല്ലാം, ചൂട് ചായയുടെ കൂടെയെല്ലാം കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പലഹാരത്തിൻ്റെ റെസിപ്പി. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഈ മൺസൂൺ ടൈമിലൊക്കെ ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഈ പലഹാരം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്